നമസ്കാരം. ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഹാദേവൻ, ശിവൻ, ഏവരും ആരാധിക്കുന്ന ഒരു ആരാധനാ മൂർത്തിയാണ് സാക്ഷാൽ മഹാദേവൻ, പരമേശ്വരൻ. ക്ഷിപ്രപ്രസാദിയും അതുപോലെ തന്നെ ക്ഷിപ്രകോപിയുമാണ് അദ്ദേഹം. നമ്മൾ ചെയ്യുന്ന ഒരു ചെറിയ പ്രാർത്ഥന തന്നെ ധാരാളമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വാത്സല്യം ഒക്കെ നമ്മളിലേക്ക്, സ്നേഹം, അനുഗ്രഹം ഒക്കെ നമ്മളിലേക്ക് എത്തുന്നതിന്. അതേപോലെ തന്നെ ചെറിയ ഒരു തെറ്റ് ധാരാളമാണ് അദ്ദേഹത്തിന് ക്ഷിപ്രകോപം ഉണ്ടാകുവാനായി. അപ്പോൾ സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹം നമ്മളിലുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനായി അദ്ദേഹം നേരിട്ട് വന്ന് ദർശനം തരാൻ സാധ്യമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ചില ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ചില സൂചനകൾ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ, അതായത് മഹാദേവൻ, അതായത് ഞാൻ നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ട് എന്ന സൂചന നമ്മൾക്ക് ലഭിക്കുന്നതിനായി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യം നമ്മൾക്ക് മനസ്സിലാക്കാനായി ചില സൂചനകൾ തരുന്നുണ്ട്. ആ സൂചനകൾ കണ്ടാൽ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം, നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഭജിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ മൂർത്തിയായ മഹാദേവൻ നമ്മൾക്കൊപ്പം അനുഗ്രഹവുമായി വർത്തിക്കുന്നുണ്ട് എന്ന സത്യം. അപ്പോൾ ഏതൊക്കെ ലക്ഷണങ്ങളാണ് സാക്ഷാൽ മഹാദേവൻ നമ്മൾക്കായി കാണിച്ചു തരുന്നത്? അദ്ദേഹത്തിൻ്റെ ചൈതന്യം, അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രീതി ഒക്കെ നമ്മൾക്കൊപ്പം ഉണ്ടെന്നതിൻ്റെ കാണിച്ചു തരുന്ന ചില ലക്ഷണങ്ങളുണ്ട്, ചില സൂചനകളുണ്ട്. അത് എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവർ, ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. വീഡിയോ മുഴുവനായി കാണുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് അറിവുകൾ എത്താനായി, ഈ അറിവുകൾ മറ്റുള്ളവരിലേക്ക് കൂടി എത്തുന്നതിനായി നിങ്ങളൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് വീഡിയോയിലേക്ക് കടക്കാം. മഹാദേവൻ എപ്പോഴും നമ്മൾക്ക് അനുഗ്രഹമായി കൂടെയുണ്ടെന്ന് കാട്ടിത്തരുന്ന ലക്ഷണങ്ങളിൽ ആദ്യത്തേത് തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിലാണ് മഹാദേവൻ്റെ അനുഗ്രഹം കൂടുതലായിട്ടുള്ള ദിവസം. മഹാദേവന് ഏറ്റവും ഇഷ്ടമുള്ള ദിവസവും തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ച ദിവസങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് ആ ലക്ഷണങ്ങൾ. തിങ്കളാഴ്ച ദിവസങ്ങളിൽ ഈ ലക്ഷണങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ഓർത്തുകൊള്ളൂ, മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം എപ്പോഴും ഉണ്ട് എന്ന്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം ബ്രഹ്മമുഹൂർത്തത്തിലോ അതേപോലെ തന്നെ സന്ധ്യാസമയങ്ങളിലോ ആകാശത്ത് ചന്ദ്രകല നിങ്ങൾക്ക് ദർശിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഓർത്തുകൊള്ളൂ, സാക്ഷാൽ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. ആ വേളയിൽ, അത് കാണുന്ന ആ നിമിഷം, ഒരു നിമിഷം മഹാദേവനെ ഒന്ന് സ്മരിക്കാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മഹാദേവൻ മൗലിയിൽ ചൂടുന്നതാണ് ചന്ദ്രക്കല. അപ്പോൾ ആ ചന്ദ്രക്കല അദ്ദേഹം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്, നമ്മൾക്കൊപ്പം എപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം കൂടെ ഉണ്ട് എന്ന് അദ്ദേഹം കാണിച്ചു തരുന്ന ഒരു ലക്ഷണമാണ് ഈ ബ്രഹ്മമുഹൂർത്തത്തിലോ അതേപോലെ തന്നെ സന്ധ്യാവേളകളിലോ തിങ്കളാഴ്ച ദിവസം ആകാശത്ത് ചന്ദ്രകല കാണുകയാണെങ്കിൽ കണ്ണടച്ച് ഒരു നിമിഷം മഹാദേവനെ ഒന്ന് പ്രാർത്ഥിക്കാൻ കൂടി ഈ ദിവസം ഒന്ന് ശ്രദ്ധിക്കണം. അടുത്തതായി തിങ്കളാഴ്ച ദിവസം കാളയെ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഭവനത്തിന് മുന്നിലാണെങ്കിലും അല്ലാതെ തിങ്കളാഴ്ച ദിവസത്തിൽ ഉടനീളം കാളയെ കാണാൻ സാധിക്കുന്നതും വളരെ ഉത്തമമാണ്. ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട് എന്നതിൻ്റെ ഒരു സൂചനയാണത്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം ആ ഭഗവാനെ ഒന്ന് മനസ്സിൽ സ്മരിക്കാൻ കൂടി ആ നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ നാഗങ്ങൾ, പാമ്പുകൾ, ഇതൊക്കെ നമ്മൾക്ക് ഭയം ചെലുത്തുന്ന ഒരു ജീവിയാണ്. എങ്കിൽ പോലും നമ്മൾ കൺകണ്ട ദൈവങ്ങളായി ആരാധിച്ചു പോരുന്നതാണ് നാഗദൈവങ്ങൾ. മറ്റുള്ള ദൈവങ്ങളൊക്കെ നമ്മളുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ആ സമയത്തോ നാഗങ്ങളെ, അതേപോലെ സൂര്യനെ, ചന്ദ്രനെ, ഈ സൂര്യദേവനെ, ചന്ദ്രദേവനെ, നാഗങ്ങളെ, ഇവരെയൊക്കെയാണ് നമ്മൾക്ക് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനും അവരെ നമുക്ക് സ്മരിക്കാനും ഒക്കെ സാധിക്കുന്നത്. അപ്പോൾ ഇത് ഒരേ സമയം നമ്മളിൽ ഭയം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതേ സമയം തന്നെ നമ്മളിൽ ഭക്തിയും ഉണ്ടാക്കുന്നുണ്ട് ഇവരൊക്കെ. അപ്പോൾ തിങ്കളാഴ്ച ദിവസം നാഗങ്ങളെ കാണുകയാണെങ്കിൽ അതിനെ ഉപദ്രവിക്കാനോ ആട്ടിപ്പായിക്കാനോ ശ്രമിക്കരുത്. അത് ഭഗവാന്റെ അനുഗ്രഹമായി നിങ്ങൾക്ക് സമീപത്തേക്ക് വന്നതാണ്. അത് വന്നതുപോലെ അത് അവരുടെ വഴിക്ക് പോയിക്കോളും. നമ്മൾ ഉപദ്രവിക്കാൻ ചെല്ലുമ്പോഴാണ് അത് അതിൻ്റെതായ രൂപം എടുത്ത് നമ്മൾക്കിലും പ്രഹരമേൽപ്പിക്കുന്നത്. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം നാഗങ്ങളെ കാണുകയാണെങ്കിൽ ഓർത്തുകൊള്ളൂ, ഭഗവാൻ മഹാദേവൻ്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്നൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു ലക്ഷണമാണ് അദ്ദേഹം നിങ്ങൾക്കായി കാട്ടിത്തരുന്നത്. അടുത്തതായി തിങ്കളാഴ്ച ദിവസം യുവമിഥുനങ്ങളെ,
അല്ലെങ്കിൽ വധൂവരന്മാരെ ഒക്കെ കാണാൻ അവർ കൈകോർത്ത് പിടിച്ച് സല്ലപിച്ച് അതായത് പുതിയൊരു ജീവിതത്തിലേക്ക് അവർ കടന്നിരിക്കുന്ന ആ ഒരു വേളയാണ്. ആ സമയത്ത് നമ്മുടെ ഭവനത്തിന് മുന്നിലൂടെ നടക്കുകയോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും യാത്രാവേളകളിൽ പോകുമ്പോൾ വധൂവരന്മാർ സന്തോഷമായി സല്ലപിച്ച് അല്ലെങ്കിൽ സന്തോഷമായി അവർ തങ്ങളുടേതായ ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അല്ലെങ്കിൽ സന്തോഷഭരിതരായ വധൂവരന്മാരെ യുവമിഥുനങ്ങളെയൊക്കെ തിങ്കളാഴ്ച ദിവസം കാണാൻ സാധിക്കുന്നതും മഹാദേവന്റെ ഒരു അനുഗ്രഹത്തിന്റെ നിങ്ങൾക്കൊപ്പം മഹാദേവൻ അനുഗ്രഹമായി വർത്തിക്കുന്നു, നിങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ സന്തോഷകരമായ കാര്യങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ സൂചന കൂടിയാണ് തരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സൂചനകൾ ലഭിക്കുമ്പോൾ നമ്മൾ എന്ത് വേണം? മഹാദേവന്റെ അനുഗ്രഹമായി കരുതണം. അതുകൊണ്ട് തന്നെ ആ ഒരു നിമിഷം അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുകയും വേണം. അടുത്തത് ശകുനങ്ങളിലൊക്കെ നമ്മൾ വിശ്വസിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ പുറത്തേക്കൊരു നല്ലൊരു കാര്യത്തിനായി ഇറങ്ങുമ്പോൾ ശകുനം വരുന്ന ദുശകുനവുമായി നമുക്ക് തോന്നുകയാണെങ്കിൽ തന്നെ നമ്മൾ വീണ്ടും ഭവനത്തിലേക്ക് കയറി വന്ന് അല്പനേരം ഇരുന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു തുളസിക്കതിർ ചവയ്ക്കുകയോ ഒക്കെ ചെയ്തതിന് ശേഷമേ പുറത്തോട്ട് പോകാവുള്ളൂ. മുന്നേയുള്ള വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കാര്യത്തിനായി പുറത്തേക്ക് ഇറങ്ങുന്ന വേളയിൽ നിറകുടം കാണുകയാണെങ്കിൽ വളരെ ഉത്തമമാണ്. അല്ലാത്ത പക്ഷം പുറത്തേക്ക് ഇറങ്ങി യാത്രാ മധ്യേയാണ് ഇങ്ങനെ നിറകുടം കാണുന്നതെങ്കിലും ഓർത്തുകൊള്ളൂ, സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്കൊപ്പം നിങ്ങൾ പോകുന്ന കാര്യത്തിന് അനുഗ്രഹമായി അദ്ദേഹം വർത്തിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ നമ്മൾക്ക് നൽകുന്നത്. അടുത്തതായി തിങ്കളാഴ്ച ദിവസം നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും ഒരു അത്ഭുതകരമായി ഭസ്മം ലഭിക്കുകയോ അതേപോലെ തന്നെ എവിടെ നോക്കിയാലും നമ്മുടെ വഴിമധ്യേ ആവട്ടെ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് വരുന്ന വേളയിലാവട്ടെ ഭസ്മം ധരിച്ച വ്യക്തികളെ കാണാൻ സാധിക്കും. നെറ്റിയിൽ നന്നായി ഭസ്മം ധരിച്ച ഒരു വ്യക്തിയെ കാണാൻ സാധിക്കുകയോ അല്ലാതെ തന്നെ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും അന്നേ ദിവസം നിങ്ങൾ യാത്രാമധ്യേ അല്ലെങ്കിൽ രാവിലെ ആരെങ്കിലും പ്രസാദമായിട്ട് നിങ്ങൾക്ക് ഭസ്മം നൽകുകയോ ചെയ്യുകയാണെങ്കിൽ, വിഭൂതി ലഭിക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഓർത്തുകൊള്ളൂ, സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പം ഉണ്ട് എന്ന സൂചനയാണ് അതും നൽകുന്നത്. അടുത്തതായി തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ ആരാധനാമൂർത്തിയായ മഹാദേവനെ കുറിച്ചുള്ള കാര്യങ്ങൾ ശ്രവിക്കാൻ സാധിക്കുന്നതും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെതായ യാത്രാമധ്യകളിൽ അല്ലെങ്കിൽ എഴുന്നേറ്റ് വരുന്ന വേളയിലാകട്ടെ മഹാദേവന്റെ ചിത്രം ദർശിക്കുകയും അതേപോലെ തന്നെ മറ്റുള്ളവർ നമ്മളോട് വന്ന് പറയുന്ന കാര്യങ്ങളിലെല്ലാം മഹാദേവന്റെ കാര്യങ്ങൾ പറയുകയും അല്ലെങ്കിൽ അത്ഭുതകരമായ പല രൂപങ്ങൾ അദ്ദേഹത്തിൻ്റെതായി കാണാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് തിങ്കളാഴ്ച ദിവസമാണ്. ഈ പറഞ്ഞത് ഇത്രയും തിങ്കളാഴ്ച ദിവസത്തെ കാര്യമാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച ദിവസം ഇങ്ങനെ മഹാദേവനെ പ്രകീർത്തിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങൾ കാണാൻ സാധിക്കുകയും അനുഭവത്തിൽ വരികയും ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഓർത്തുകൊള്ളൂ, സാക്ഷാൽ ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട്. അദ്ദേഹം നിങ്ങൾക്ക് അനുഗ്രഹമായി തന്നെ വർത്തിക്കുകയാണ് എന്ന സൂചനയാണ് ഇവയൊക്കെയും നൽകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ മഹാദേവനെ ആരാധിക്കുന്നവരാകട്ടെ അല്ലാതെ എല്ലാ ദൈവങ്ങളെ ആരാധിക്കുന്നതിനൊപ്പം മഹാദേവനെ ആരാധിക്കുന്നവരാകട്ടെ ആരായാലും നിറഞ്ഞ മനസ്സോടുകൂടി മഹാദേവനെ ആരാധിച്ചു കഴിയുമ്പോൾ അദ്ദേഹം അതിൽ സംപ്രീതനാകുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് നേരിട്ട് നമ്മൾക്ക് ദർശനം തരാൻ സാധ്യമാകുകയില്ല. അതുകൊണ്ട് തന്നെ സ്വപ്നത്തിൽ ചില സൂചനകൾ നൽകും. അതേപോലെ തന്നെ തിങ്കളാഴ്ച ദിവസങ്ങളിൽ ചില സൂചനകൾ നമുക്ക് ഇങ്ങനെ ലഭിക്കുകയും ചെയ്യും. അങ്ങനെ ഇതേപോലുള്ള സൂചനകൾ ലഭിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഉടനടി തന്നെ നമ്മൾ ഓർത്തുകൊള്ളൂ, നമ്മളുടെ ആരാധനാമൂർത്തിയായ മഹാദേവൻ നമ്മളിൽ പ്രസാദിച്ചിരിക്കുന്നു, അതായത് നമ്മൾ പ്രീതനായിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം നമ്മൾക്ക് അനുഗ്രഹമായി വർത്തിക്കുന്നുണ്ട്. നമ്മൾക്കൊപ്പം പറയാറില്ലേ, ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്ന്. അതുപോലെ തന്നെ നിങ്ങൾക്കൊപ്പം എവിടെയും അദ്ദേഹം കാവലാളായി വരുന്നുണ്ട് എന്ന സൂചനയാണ്. ഒരു നിമിഷം ആ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് സ്മരിക്കുക മാത്രം ചെയ്താൽ മതി. വേറെ അധികമായി ഒന്നും ചെയ്യേണ്ട. ഒരു സ്മരണ, ഒരു മനം നിറഞ്ഞുള്ള ഒരു പ്രാർത്ഥന, അത് തന്നെയാണ് അദ്ദേഹത്തിനുള്ള ഏറ്റവും വലിയ അർച്ചന.